തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ അതിനകത്തുണ്ടായ വിമത ക്യാമ്പിലും ഇപ്പോൾ തർക്കം രൂക്ഷമാവുകയാണ്. മമതാ ബാനർജിയെ ഉപദേഷ്ടാവാക്കി ചുരുക്കുന്ന ഋതബ്രതയുടെ പ്രസ്താവനയ്ക്കെതിരെ വിമത അംഗങ്ങൾ രംഗത്തെത്തി. ഋതബ്രത വിളിച്ച വിമത MLA-മാരുടെ യോഗത്തിലും മമതാ ബാനർജി വിളിച്ച തൃണമൂൽ MLA-മാരുടെ യോഗത്തിലും പങ്കാളിത്തം കുറവാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 60 പേരുടെ പിന്തുണ ഉണ്ടെന്ന് പ്രഖ്യാപിച്ച ഋതബ്രത ബാനർജിയുടെ യോഗത്തിൽ 38 MLA-മാർ മാത്രമാണ് പങ്കെടുത്തത്. വൈകിട്ട് മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ പാർട്ടി MLA-മാരും MP-മാരും അടക്കം 14 പേർ മാത്രമാണ് എത്തിയത്. സാഹചര്യം മുതലെടുത്ത് MP-മാരെ റാഞ്ചാനുള്ള നീക്കം BJP ശക്തമാക്കിയിരിക്കുകയാണ് എന്നും അഭ്യൂഹങ്ങളുണ്ട്. തൃണമൂലിന്റെ ആകെ 42 MP-മാരിൽ 20ഓളം പേർ BJP നേതൃത്വവുമായി ചർച്ചകൾ നടത്തുന്നു എന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഋതബ്രതയെ പ്രതിപക്ഷ നേതാവാക്കിയ സ്പീക്കറുടെ തീരുമാനത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് തൃണമൂൽ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി വലിയ പിളർപ്പിലേക്കാണോ നീങ്ങുന്നത്? തൃണമൂലിലും വിമത ക്യാമ്പിലും കലാപം രൂക്ഷമായിരിക്കെ നേട്ടം പശ്ചിമബംഗാളിൽ ഉണ്ടാകുമെന്നാണോ BJP കരുതുന്നത്? കാണാം RDX റാപ്പ്. നാടകീയതകളും അസ്വാരസ്യങ്ങളും തൃണമൂൽ കോൺഗ്രസിൽ അവസാനിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവുമായി അടഞ്ഞ TMC വിമത ക്യാമ്പിലും കലഹങ്ങൾ ആരംഭിച്ചു. ഋതബ്രതയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞ MLA-മാരിൽ ചിലർ ഋതബ്രതയോടും ഇടയുന്നു എന്നാണ് സൂചന. 58 MLA-മാരാണ് പാർട്ടി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ തള്ളിപ്പറഞ്ഞ് ഋതബ്രതയെ പിന്തുണച്ചത്. എന്നാൽ ഋതബ്രത വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 32 MLA-മാർ മാത്രമാണ്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഉപദേഷ്ടാവാക്കുമെന്ന ഋതബ്രത ബാനർജിയുടെ പ്രസ്താവനയിലും വിമത ഗ്രൂപ്പിൽ അസ്വാരസ്യങ്ങൾ പരസ്യമായി പുറത്തുവന്നു. മമതാ ബാനർജി പാർട്ടിയുടെ നേതാവായി തുടരണമെന്നും അവരെ ഉപദേഷ്ടാവായി ചുരുക്കരുതെന്നും നിരവധി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. അഭിഷേക് ബാനർജിയോടുള്ള എതിർപ്പാണ് ഇവരെ വിമത ഗ്രൂപ്പിൽ എത്തിച്ചതെന്നും ചില അംഗങ്ങൾ വ്യക്തമാക്കി. ഇതിനിടെ മമതാ ബാനർജി TMC MLA-മാരുടെയും MP-മാരുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ മമതാ ബാനർജിയുടെ വസതിയിലാണ് യോഗം നടക്കുക. 20ഓളം തൃണമൂൽ കോൺഗ്രസ് MLA-മാർ BJP-യുമായി ബന്ധപ്പെട്ടുവെന്ന അഭ്യൂഹവും ശക്തമാകുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. മുർഷിദാബാദിലെ രണ്ടാമത്തെ സീറ്റ് മമതയ്ക്കായി ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാണെന്ന് AJUP MLA ഹുമയൂൺ കബീർ ഇന്ന് പറഞ്ഞു. റിജിനഗറിൽ നിന്ന് മമതയെ ജയിപ്പിക്കാനാകുമെന്നും കബീർ പറയുന്നു. क्यों चाहते मैं तो डायरेक्ट बोला जो विधानसभा आने के लिए वो चुनाव भवानी मोड़ पे हार गया तो ये जो अष्टादश विधानसभा है इनको आने चाहते तो मैं रेजीनगर में जमींदारी लेके उनको प्रतीक में वो लड़ना चाहते तो मैं पूरा मदद देके उनको लेके വിമത ക്യാമ്പിലും MLA-മാരുടെ പിന്തുണ കുറയുന്നു എന്ന വാർത്തകളോട് പ്രതിപക്ഷ ഋതബ്രത ബാനർജി പ്രതികരിച്ചു. തന്നെ പിന്തുണക്കുന്ന MLA-മാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നും കാത്തിരുന്ന് കാണുമെന്നും ഋതബ്രത ബാനർജി പറഞ്ഞു. Absolutely, there is no question of dropping. In fact, I won't name. Let's wait and watch. As the thing progresses, you will see it's a question of the MLAs. I won't take responsibility of others. Other elected representatives, I won't go into that. But as far as the MLAs are concerned, I am pretty confident, we are pretty confident the numbers will go on increasing. സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ നിയമിച്ചത് നിയമവിരുദ്ധമായാണെന്നും ഇതിനെതിരെ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി ഇന്ന് പറഞ്ഞു. तृणमूल कांग्रेस वर्कर को मारते हैं, घर दौर भांगते हैं और फॉल्स केस देते हैं. उसको लिए हम लोग लड़ाई करेंगे, रास्ता में करेंगे और कोर्ट में भी लड़ाई करेंगे. हम लोग को डिसीजन हुआ है जो अपोजिशन लीडर बनाया है स्पीकर ने वो इलीगल है. उसका अगेंस्ट में हम लोग कोर्ट में मानने में जा रहे हैं. कोर्ट में मानने में हम लोग फाइल करेंगे. उसका पिटीशन का हाईकोर्ट में होगा. पहले हाईकोर्ट में ही होता है. हाईकोर्ट में होंगे, उसका बाद हम लोग देखेंगे. ഇതിനൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ മുഹമ്മദ് റിയാസും PK വിജുവും ഒക്കെ SFIയുടെ നേതാവായിരുന്നപ്പോൾ അവരുടെ കൂടെ കമ്മിറ്റിയിരുന്ന ആളാണ് ഈ ഋതബ്രത ബാനർജി. ഇപ്പോൾ ബംഗാൾ പോലൊരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണ്. അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉണ്ടാകുന്ന മറ്റു കുഴമറിച്ചിലുകൾ എങ്ങനെ കാണണം? അല്ല, ഇതിൽ എനിക്ക് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസ് ആകെ വല്ലാത്ത ഒരു കുഴപ്പത്തിൽ ചെന്ന് വിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് 60 MLA-മാരുടെ പിന്തുണ ഋതബ്രത ബാനർജിക്കുണ്ട് എന്നായിരുന്നു നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയാണ് വാർത്തകൾ വന്നത്. 58 പേര്, പിന്നെ പുറത്താക്കിയ ഇവർ 2 പേരും കൂടെ ചേരുമ്പോൾ 60 പേരുടെ പിന്തുണ എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഋതബ്രത ബാനർജി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ
ഇന്നിപ്പോൾ യോഗം വിളിച്ചപ്പോൾ 38 പേരെ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ള സ്ഥിതിയുണ്ട് ഋതബ്രതയുടെ യോഗത്തിൽ. അപ്പുറത്ത് മമതാ ബാനർജിയുടെ യോഗത്തിൽ ഇന്ന് രാവിലെ മുഴുവൻ വന്ന വാർത്തകൾ മമതാ ബാനർജി ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ MLA-മാർ മമതാ ബാനർജിയുടെ യോഗത്തിൽ പങ്കെടുക്കും ഇത്തവണ എന്നായിരുന്നു. അവിടെ വീണ്ടും എണ്ണം കുറഞ്ഞ് 8ആയി ചുരുങ്ങി പങ്കെടുത്ത MLA-മാരുടെ എണ്ണം. MLA-മാരും MP-മാരും കൂടെ ചേർത്തിട്ട് 14 പേരാണ് അവിടെ ആകപ്പാടെ പങ്കെടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 20 MP-മാർ BJP-യുമായി ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ ആകെ കൂട്ടപ്പൊരിച്ചിലിൽ ചെന്ന് പെട്ടിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ അന്തർസംഘർഷങ്ങളുടെ ഒടുവിൽ അതിൻ്റെ രൂപം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ MP-മാരെ അടർത്തിക്കൊണ്ടു പോകാനുള്ള BJP-യുടെ നീക്കം ഒരുപക്ഷെ ഫലിച്ചേക്കാം എന്നുള്ളതാണ് ഒരു പരിധിവരെയെങ്കിലും. മാത്രമല്ല, ആദ്യം ഋതബ്രതയുടെ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം കുറയാൻ, MLA-മാരുടെ എണ്ണം കുറയാനുള്ള കാരണവും BJP-യുടെ നീക്കങ്ങൾ കൊണ്ടാണ്, അല്ലാതെ മമതാ ബാനർജിയുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ കൊണ്ടല്ല എന്നുള്ള വാർത്തകളും അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കഴുക്കോൽ ഊരാം എന്നുള്ള തീരുമാനം BJP-യും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ഭരണത്തിൽ BJP ആണുള്ളത്. പക്ഷേ 20 MP-മാരെ അവിടെ നിന്ന് പറിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ സാധ്യത അവിടെ BJP-യും തേടുന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഋതബ്രത ബാനർജി സുവേന്ദു അധികാരിയുമായി ഡൽഹിയിൽ വെച്ചൊരു ചെറിയ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണല്ലോ ഈ സാഹചര്യങ്ങൾ മൊത്തം ഇങ്ങനെ മാറിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ഋതബ്രത ബാനർജിയെയും അങ്ങനെ ഒറ്റയടിക്ക് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി കണക്കാക്കേണ്ടതില്ല. അവിടെയും ചില ആലോചനകൾ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ബാക്കി പത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആകെപ്പാടെ ഒരു കൂട്ടപ്പൊരിച്ചിലിൽ ചെന്നുപെട്ടിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷകളോടെയാണ് പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസിനെ ഏറ്റുവാങ്ങിയത്. കാരണം ദീർഘകാലത്തെ 3 ദശാബ്ദത്തിലേറെ നീണ്ടുനിന്ന CPIM-ൻ്റെ ഭരണത്തിന് ശേഷം ഇങ്ങോട്ട് അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള പ്രതീക്ഷയോടെയാണ് തൃണമൂൽ കോൺഗ്രസിനെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. രാഷ്ട്രീയ മാറ്റങ്ങളും നമ്മളതിന് ശേഷം കണ്ടതാണ്. CPIM-ൻ്റെ അണികൾ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അണികളായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നും കാര്യമായി സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ ഈ മമതാ ബാനർജിക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയൊക്കെ നമ്മൾ തുടർച്ചയായി ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവരങ്ങനെ വലിയ ആവേശത്തോടെ മമതാ ബാനർജിക്ക് ജയ് വിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതൊഴിച്ചാൽ ബംഗാളിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ സ്വഭാവത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംഭവിച്ചെന്താണ്? BJP-ക്ക് കടന്നു കയറാൻ പറ്റി എന്നുള്ളത്. അത് ക്രമാനുഗതമായ വളർച്ച തന്നെയാണ് BJP അവിടെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ 15 വർഷമാണ് യഥാർത്ഥത്തിൽ BJP-ക്ക് അവിടെ വളരാനുള്ള ഒരു സാധ്യതയുണ്ടായ കാലം എന്ന് പറയുന്നത്. 2011 800 ശാഖകളെ RSS-ന് അവിടെയുള്ളൂ. അത് ഏതാണ്ട് 5000-നടുത്ത് ശാഖകളായി അത് വർദ്ധിച്ചു ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട്. അതിനു മുമ്പ് കഠിനമായി ശ്രമിച്ചിട്ടും നടക്കാതിരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കാലമായപ്പോൾ വളരെ എളുപ്പത്തിൽ അവിടെ സാധ്യമായി എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10-16 MLA-മാർ ഋതബ്രത ബാനർജിക്കൊപ്പം ചേർന്നിരിക്കുന്ന 10-16 MLA-മാർ ആവശ്യപ്പെടുന്നുണ്ട് മമതാ ബാനർജി തന്നെ നേതാവായി നിൽക്കണം എന്നുള്ളത്. പക്ഷേ ഋതബ്രത ബാനർജി തന്ത്രപരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നയിക്കാൻ വേണ്ട, പകരം ഞങ്ങളുടെ ഒരു അഡ്വൈസർ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു പദവി നൽകി അവിടെ ഇരുത്താം എന്നുള്ളതൊഴിച്ചാൽ മറ്റൊരു സാധ്യത അവിടെ മമതാ ബാനർജിക്ക് നൽകുന്നില്ല. മാത്രം മമതാ ബാനർജി ഇപ്പോൾ എങ്ങുമില്ല, പാർലമെൻറ്റിലുമില്ല, നിയമസഭയിലുമില്ല. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ അവിടെ സീറ്റ് കൊടുക്കാം എന്നുള്ള ചില നിർദ്ദേശം, അതെ, AJUP അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില പ്രതീക്ഷകളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു അട്ടിമറിയായിരുന്നു എന്ന് പൊതുവെ പരക്കെ വിശ്വസിക്കപ്പെടുന്നു. അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കാവുന്ന കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട് താനും. കാരണം അവിടെ 90 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. 27 ലക്ഷം പേര് അപേക്ഷ കൊടുത്ത് തിരിച്ചു കയറാൻ കാത്തിരിക്കുന്ന മനുഷ്യർ, ജീവനോടുള്ളവർ, നേരത്തെ വോട്ട് ചെയ്തവരവിടെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് പൊതുവെ വിചാരിക്കാവുന്ന സാഹചര്യമുണ്ട്. ആ തിരിച്ചറിവുള്ളത് കൊണ്ട് സാധാരണക്കാർക്കിടയിൽ മമതാ ബാനർജിക്ക് അനുകൂലമായി ഒരു വികാരമുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി സമാന്തരമായി നടക്കുന്നു. ഇതിനിടയ്ക്ക് CPIM-ൻ്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ കൗതുകത്തോടെ നിരീക്ഷിക്കേണ്ടതാണ് പശ്ചിമ ബംഗാളിൽ. എന്തായാലും ആകെ കൂട്ടപ്പൊരിച്ചിലാണ്.
ഇനി ഇതിൻ്റെ ഒരു ഫലം എന്താണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെയാണ്. എത്ര പേര് BJP-ക്കൊപ്പം പോകും, എത്ര പേർ തൃണമൂലിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ റിയൽ തൃണമൂലിലേക്ക്. റിയൽ തൃണമൂൽ എന്ന് പറയുന്നത് ഋതബ്രതയുടെ ആണെന്നാണ് ഋതബ്രത അവകാശപ്പെടുന്നത്. ആ പേര് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നുള്ളത്. ഇതിനിടയ്ക്ക് മഹുവ മൊയ്ത്രയെ പോലുള്ള ഏറ്റവും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ ശക്തമായി മമതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്, വനിതാ നേതാക്കളിൽ പലരും. അതുമാത്രമല്ല, അവർ പറയുന്നത് ഈ 41% വോട്ട് എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിന്, മമത നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയാണ്, നിങ്ങൾ രാജിവെച്ചിട്ട് ഇലക്ഷനെ നേരിടണം എന്നുള്ളതാണ് ഋതബ്രതയോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണണം. അല്ല, അത് തന്നെയാണ്, അത്ര തന്നെയാണ് കാര്യങ്ങൾ. അതിനകത്ത് ഞാൻ നോക്കുന്നത് ഈ മമതാ ബാനർജി എന്ന നേതാവിനെ കുറിച്ച് ഉള്ള നോട്ടവും കൂടെ നല്ലതായിരിക്കും തോന്നുന്നു. അതായത് ഇവിടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാൾ എന്നതാണല്ലോ അവർക്കുള്ളൊരു ഒരു പുകഴ്, ഒരു പേര്. അതായത് നരേന്ദ്രമോദിയോക്കെതിരെ പോലും നിൽക്കാവുന്ന അത്രക്ക് ഹൈറ്റുള്ള ഒരു നേതാവ് എന്ന നിലക്കാണ് മമതാ ബാനർജി നമ്മൾ സമീപകാലം വരെയും ചിത്രീകരിക്കപ്പെട്ടത്. സമീപകാലം വരെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിധി വരുന്നവരെയും അതങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ തോൽക്കുമ്പോഴാണ് നേതാക്കന്മാരുടെ ക്ഷീണകാലം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന, അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവരുടെ ക്ഷീണവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ വലിയ നേതാക്കളായിട്ട് കാണുമ്പോൾ വലിയ ഗംഭീര നേതാക്കളാണല്ലോ എന്ന് തോന്നും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ആൾ തന്നെ അങ്ങ് വീക്കായിട്ടിരിക്കുന്നതായിട്ട് കാണും. എന്ന് മാത്രമല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ അവരെ തള്ളിപ്പറയുന്നതായിട്ട് കാണും. അതിപ്പോൾ എല്ലായിടത്തും നമ്മൾ പലയിടത്തായിട്ട് കാണുന്നത്. നമ്മൾ വലിയ നേതാവായിട്ട് കാണുന്ന ആളിപ്പോൾ ചില പേർക്ക് തോന്നും ഈ വലിയ കെട്ടിടങ്ങൾ പോലെയാണ്, ഒരുപാട് കാലം പഴക്കമുള്ള കെട്ടിടങ്ങൾ പോലെയാണ് വലിയ നേതാക്കൾ. അതായത് അത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും, കെട്ടിടം കാണാനൊക്കെ ഗംഭീരമായിരിക്കും, പുറമേയൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ ഉള്ളിൽ ദ്രവിച്ചിട്ടുണ്ടാവും. നമ്മളത് അറിയില്ല. നമ്മൾ ഒന്നുകിൽ അത് തകർന്ന് വീഴുമ്പോഴായിരിക്കും ഇതിങ്ങനെ ദ്രവിച്ചിരിക്കുകയാണല്ലോ എന്ന് തോന്നുക. ഒരുപാട് കാലം പഴക്കമുള്ള വലിയ കെട്ടിടങ്ങൾ അതുപോലെയാണ് ഈ നേതാക്കന്മാരും. അപ്പോൾ മമതാ ബാനർജി ആ തകർന്ന് വീഴാറായിട്ട് സ്റ്റേജിൽ എത്തിയോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. കാരണം അവർക്കിപ്പോൾ 71 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ അവരെ മാത്രമായിട്ട് പിൻ പോയിൻ്റ് ചെയ്തിട്ട് സുവേന്ദു അധികാരി മത്സരിച്ചിട്ട് ഈ ഭവാനിപ്പൂരിൽ അവർ തോറ്റു. അവർ നിർണായകമായിട്ട് അവിടെ MLA എന്ന സ്ഥാനം പോലും കിട്ടാത്ത വിധം തോറ്റതാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ തകർച്ചയ്ക്ക്, ഇപ്പോൾ തെരഞ്ഞെടുപ്പാനന്തര തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായത് അവർ വ്യക്തിപരമായിട്ട് തോറ്റുപോയതാണ്. അവർ MLA ആയിട്ട് സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ വീക്കായിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലും തൃണമൂൽ കോൺഗ്രസിനകത്ത് ഉള്ളയിടത്ത് സ്ട്രോങ് ആയിട്ട് അവർക്ക് ചുറ്റും തന്നെ നിന്നേനെ. പക്ഷേ അവർ തോറ്റുപോയി. അപ്പോൾ നേതാവ്, അവരുടെ നമ്പർ 1 നേതാവ് എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ സുപ്രീം ലീഡർ അങ്ങ് വീണിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാലുഷ്യമാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ 210 സീറ്റുണ്ടായിരുന്നു അവർക്ക് എന്നാണല്ലേ? ആണ് 214 സീറ്റുണ്ടായിരുന്നു 2021, 214 സീറ്റ്. അവിടെ നിന്നാണ് 80 സീറ്റിലേക്ക് ചുരുങ്ങിയത്. ആ 80 സീറ്റാണ് ഇപ്പോൾ സ്പ്ലിറ്റായിട്ട് അങ്ങോട്ടും കൊണ്ടുപോയത്. ഇതിനകത്ത് ഈ ഋതബ്രത ബാനർജിയും, അതായത് BJPയുടെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം സമൂലമായിട്ട് മാറുകയാണെന്ന് തിരിച്ചറിഞ്ഞ 2 യുവ രാഷ്ട്രീയ നേതാക്കൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, ഒന്ന് ഋതബ്രതയും ഒന്ന് അബ്ദുള്ള കുട്ടിയാണ്. CPM-നകത്ത് ഒന്ന് ബംഗാളിൽ നിന്ന്, അവരുടെ 2 പ്രധാനപ്പെട്ട ശക്തികൾ, ഒന്ന് ബംഗാളിൽ നിന്ന് കേരളത്തിൽ നിന്ന്. അബ്ദുള്ള കുട്ടി പിന്നെ അങ്ങനെ സൈഡ് ലൈനായിട്ട് പോയി, മൂപ്പരുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടല്ലാണ്ട് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ കാര്യം മനസ്സിലാക്കി, ദേശീയ വൈസ് പ്രസിഡന്റ്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞത് നമ്മുടെ പിക്ചറിൽ അങ്ങനെ കാണാനില്ല. പക്ഷേ കാര്യം മനസ്സിലാക്കി, അതായത് ഇനി അങ്ങോട്ട് നിൽക്കാൻ ഗുണകരം BJP ആണെന്ന് മനസ്സിലാക്കിയ അബ്ദുള്ള കുട്ടിയെ പോലെ തന്നെയാണ് ഋതബ്രത ബാനർജിയും. സത്യത്തിൽ ഋതബ്രത ഈ പറയുന്ന ഓർമ്മയുണ്ടാവുമല്ലോ, വാച്ച്, പേന, ഇതൊക്കെ വലിയ ധൂർത്തമായിട്ടുള്ള, അതെ അതെ, ഇത് അങ്ങനെ ബൂർഷ്വാ ജീവിത രീതി നയിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു പുറത്താക്കി. എല്ലാ നേതാക്കന്മാർക്കും അതുണ്ട്. പക്ഷെ അത് പല കാരണങ്ങളാലാണ്, നമ്മൾ പുറത്ത് കേൾക്കുന്ന കാരണം അതായിരിക്കുന്നേ ഉള്ളൂ. പല കാരണങ്ങളാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ പുറത്ത് പോയിട്ട് ആദ്യം ഇദ്ദേഹത്തിന് ബന്ധം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കൈലാഷ് വിജയവർഗീയ എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം BJPയുടെ നേതാവ്, RSS ബന്ധമുള്ള RSSന്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പമായിരുന്നു വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് ശരിക്കും ആദ്യത്തെ ചേർച്ച. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് പോകുന്നതെങ്കിലും, അതിൻ്റെ യുവജന നേതാവായിരുന്നുവെങ്കിലും BJPയോട് സൗഹൃദമുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം അപ്പോൾ തന്നെയും. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ BJP അതിൻ്റെ പിന്നിലില്ലേ? നേരത്തെ സുവേന്ദു അധികാരിയെ കണ്ട കാര്യം പറഞ്ഞല്ലോ, ഇല്ലേ എന്ന് നമുക്ക് സംശയിക്കാവുന്ന കാര്യങ്ങളാണ് ശരിക്കും അവിടെ നടക്കുന്നത്. ഈ പറയുന്ന SIR വഴി ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം, അതിൽ തന്നെ മമതാ ബാനർജിയെ പിൻ പോയിൻ്റ് ചെയ്ത് ഇലക്ഷനിൽ തോൽപ്പിച്ചു. എന്നിട്ട് മമതാ ബാനർജി ഇല്ലാത്ത ഒരു 80 അംഗ നിയമസഭയിൽ MLA-മാർ വരികയാണ്. അതിനിപ്പോൾ ആരാണ് നേതാവ് എന്നിടത്ത് വലിയ പ്രശ്നമാണ്. അഭിഷേക് ബാനർജിയാണ് മമതാ ബാനർജിയുടെ പിൻഗാണിയായിട്ട് വരിക എന്ന് പറയുമ്പോൾ അഭിഷേക് ബാനർജിയോട് ദേഷ്യമുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് ഋതബ്രതക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഋതബ്രതയ്ക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താൻ സാധിക്കില്ല എന്ന കാര്യങ്ങൾ അവിടെ നിന്ന് വരികയാണ്. അപ്പോൾ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ നേതാവായിരുന്നിടത്ത് നിന്ന് മമതാ ബാനർജി വീക്കായിട്ടുള്ളൊരു പൊസിഷനിലാണ് എന്ന തോന്നൽ പുറത്താകെ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിന്നെ CPM-ൻ്റെ അവിടുത്തെ നേതാക്കൾ
മുഹമ്മദ് സലീമിനെ പോലുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കണ്ടത് മമതാ ബാനർജി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് തീരുക എന്നാണ് അവർ പറയുന്നത്. കാരണം അതിനൊരു പാർട്ടിക്കൊരു പ്രത്യയശാസ്ത്രമൊന്നുമില്ല, അത് വലിയൊരു ഭൂമായിട്ട് ഇങ്ങനെ വന്നു, അത് വീണാൽ അങ്ങനെ വീണുപോകും എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. അത് പിന്നെ കാര്യമായിട്ട് എടുക്കേണ്ട, കാരണം 10-15 വർഷക്കാലം അവർ ഭരിച്ചു എന്നുള്ളത് നോക്കണം. അങ്ങനെ വല്ലാതെ വീക്കായി പോകും എന്ന് തൃണമൂൽ കോൺഗ്രസ് തകർന്നു പോകുമെന്ന് പറയാവുന്ന സാഹചര്യം ഇപ്പോഴും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഇതെല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വിജയിച്ച് നിൽക്കുന്ന ആളുകൾ BJP ആണ്, മറ്റ് പല സംസ്ഥാനങ്ങളിലും എന്ന പോലെ എന്ന് നമ്മൾ കാണുകയാണ് അവിടെ. കാരണം ഇപ്പോൾ ഭരിക്കുന്നതും അവരാണ്, പ്രതിപക്ഷത്തും അവരുടെ ഒരു കൈയുണ്ട് എന്ന മട്ട് വന്നിട്ടുണ്ടോ ഋതബ്രതയുടെ അവിടേക്കുള്ള വരവ് എന്നതിലൂടെ നമുക്ക് തോന്നുകയാണ്. അതായത് ഇപ്പോൾ എന്താണ് ഇവരുടെ ഒരു പ്രത്യയശാസ്ത്രം? BJP വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമാണോ? BJP വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിന് ആളുണ്ട്, പക്ഷേ അതേസമയം തന്നെ BJPയിലേക്ക് പോയി ചേരാനും തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA-മാരിൽ ചില ആൾക്ക് താല്പര്യമുണ്ട് എന്ന വർത്തമാനവും അവിടെ നിന്ന് വരുന്നു. അപ്പോൾ ആകെപ്പാടെ നമ്മൾ അലാക്കിൻ്റെ അവലും കഞ്ഞി എന്നൊക്കെ കോഴിക്കോട് പറയുന്ന പോലെ ആകെ ഒരു കുഴമറിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ആകെയുള്ളത്. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്, വളരെ ദൂരെ നിന്നുള്ള നോട്ടത്തിൽ തോന്നുന്നത്, ഈ മമതാ ബാനർജി എന്ന് പറഞ്ഞ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ശക്തിമത്തായിരുന്ന ഈ നേതാവ് 71-ാമത്തെ വയസ്സിൽ അങ്ങേയറ്റം വീക്കായിട്ട് ഈ ഒരു പണ്ട് വലിയ ബംഗ്ലാവായിരുന്ന ഇപ്പോൾ പക്ഷേ ക്ഷീണിച്ചിരിക്കുന്ന, ഉള്ളിൽ ദ്രവിച്ചിരിക്കുന്നൊരു കെട്ടിടം പോലെ താഴേക്ക് ഇരിക്കുകയാണോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്നു എന്നേ ഉള്ളൂ, വീണ്ടും അവർ അതിശക്തമായിട്ട് തിരിച്ചു വരുമോ എന്ന ഒരു രാഷ്ട്രീയമായിട്ടൊരു വലിയ ഒരു ടേണിംഗ് പോയിന്റിനകത്താണ് ബംഗാളിലെ രാഷ്ട്രീയം നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി വരും ദിവസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും. മാത്രമല്ല ഒരു കാര്യം കൂടിയാണ് സനീഷ്, ഈ BJPയുമായി സഹകരിക്കുന്നത് എന്തെങ്കിലും പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാർക്കും ഇല്ല എന്നുള്ളൊരു വാസ്തവം കൂടിയുണ്ട്. ചരിത്രം അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ ആളുകൾ BJPയുമായി സഹകരിച്ചുകൂടായില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തേക്കാൾ വലിയ പരാജയമാണ് സംഘടനാ തലത്തിൽ മമതാ ബാനർജി ഇപ്പോൾ നേരിടുന്നത്. കൂടെയുള്ള MLA-മാരുടെയും MP-മാരുടെയും എണ്ണം നാൾക്കുനാൾ കുറയുകയാണോ എന്ന ഭീതി മമതയെ പിടികൂടിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിലെ സാഹചര്യം മുതലെടുത്ത് MP-മാരെ റാഞ്ചാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് BJP എന്നാണ് റിപ്പോർട്ടുകൾ. തൃണമൂലിലെ ഒരു വിഭാഗം MP-മാർ ഉടൻ ഡൽഹിയിലെത്തുമെന്നും അഭ്യൂഹം പരക്കുന്നുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഡൽഹിയിലെത്തുക കൂടി ചെയ്തതോടെ അഭ്യൂഹം കൂടുതൽ ശക്തമായി. ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ മമതാ ബാനർജിയും ചടുലമായ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്കൊപ്പം നിൽക്കണമെന്നും മമത നേതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ പിളർപ്പിലേക്കാണ് തൃണമൂലിൽ സംഭവിക്കുന്നതെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കാര്യങ്ങൾ മമതാ ബാനർജിക്ക് അത്ര അനുകൂലമാകില്ല എന്ന് തന്നെ പറയാം.